പാർട്ട് 15. അപ്പോ ഇവർക്ക് മര്യാദയെല്ലാം ഉണ്ട്. ദീപു പക്ഷേ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല. പിന്നെ കിഡ്നാപ്പ് ചെയ്തവരല്ലേ മര്യാദ പഠിക്കുന്നത്. ഒന്ന് പോയേടി. ഞാൻ അബി തല താഴ്ത്തിക്കൊണ്ട് വിളിച്ചു. മക്കളെ, എന്ത് പണിയായി കാണിച്ച്? അച്ഛാ, അത് ആദിച്ചിത് പോട്ടെ, സാരമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എത്ര സ്വപ്നങ്ങളാണ് നഷ്ടമായത്. അന്ന് നമ്മൾ മാത്രമാണോ രക്ഷപ്പെട്ടത്? ഒരു പക്ഷേ വടക്കു തറവാട്ടിലെ ദീപവും ദേവും അല്ലാതെ ആരെങ്കിലും രക്ഷപ്പെട്ട് കാണുമോ? ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഊഹം വെച്ച് തറവാട്ടിലെ എല്ലാ പേരക്കുട്ടികളും രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ കുറിച്ച് വിവരം കിട്ടിയോ? ഇല്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് എന്ത് കളിക്കണം എന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ആദിദേവ് വരുന്നത്. 4 കൂടെ എങ്ങനെ ഇവിടെ നിന്നും ചാടാമെന്നാണോ പ്ലാൻ ചെയ്യുന്നേ? ആദിദേവ് ഇല്ല, ഇവിടെ എങ്ങനെ ബോംബിടാമെന്ന് ആലോചിക്കുക. നിങ്ങൾ തന്നെ ഇവിടെ 4 ബോംബുകളാണല്ലോ, ഇനി അതിലും വലിയ ബോംബ്. ആദി 3 കൂടെ അവനെ ഒന്ന് തെറിച്ചു നോക്കി. നിന്ന് നോക്കി പേടിപ്പിക്കാതെ 4 പേരും താഴേക്ക് വരാൻ നോക്ക്. ആദിദേവ് എന്തിന്? അതിന് മറുപടി ഒന്നും നൽകാതെ അവൻ ഇറങ്ങിപ്പോയി. പോയി നോക്കുവല്ലേ ദീപു. അത് വേണോ? അഭിരാമി എന്ത് വേണോന്ന് മിണ്ടാതിങ്ങ് വാ. എന്താണെങ്കിലും എന്താ? അതും ശരിയാ, വാ പോകാം. ഈ മുറിയിൽ നിന്നും ഒന്ന് പുറലോകം കാണട്ടെ. 4 പേരും കൂടെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് ഹാളിൽ സോഫയിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. സാരിയെല്ലാം എടുത്ത് ഐശ്വര്യമുള്ള ഒരു മുഖം. ഇവരിൽ തന്നെയായിരുന്നു അവരുടെ ശ്രദ്ധ. അവിടെ നോക്ക്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അമ്മ ഇരിപ്പുണ്ട്. ദീപു എനിക്കില്ലേ കണ്ടിട്ട് ദേവുവിനെ പോലെ തോന്നുന്നു. എന്നെ പോലെയോ? ദേവു അതെ, ചെറിയൊരു ചായമുള്ളതുപോലെ. നേഹ അതും പറഞ്ഞ് 4 പേരും ഇറങ്ങി വന്നതും. ദേവു മോളെ. ആ അമ്മ അവളെ കണ്ടതും സങ്കടത്തോടെ വിളിച്ചതും അവരെല്ലാം ഒന്ന് ഞെട്ടി. അവർ പെട്ടെന്ന് എണീറ്റ് വന്ന് അവളെ പോയി കെട്ടിപ്പിടിച്ച് അവളുടെ മുഖത്തെല്ലാം ചുംബിച്ചു. എൻ്റെ കുഞ്ഞു, എൻ്റെ കുഞ്ഞു. അവർ അതും പറഞ്ഞ് വിതുമ്പി കരഞ്ഞു. ആദിയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവു ആണെങ്കിലോ, ദേവു ഒന്നും മനസ്സിലാവാതെ ഒരു പാവയെ പോലെ നിന്നു. മോളെ, നിനക്കെന്നെ മനസ്സിലായോ? ആ അമ്മ. ദേവു അവരെ തന്നെ നോക്കി. നല്ല വാത്സല്യത്തോടെ നോക്കുന്ന അവരെ ദേവു വെറുതെ അങ്ങനെ നോക്കി നിന്നു. എൻ്റെ ദേവു, എൻ്റെ ദേവിക, ദേവനന്ദൻ. അമ്മ ആ വാക്ക് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. ദേവിക, ദേവനന്ദനോ? ദേവിൻ്റെ ചുണ്ടികൾ പതിയെ മന്ത്രിച്ചു. പണ്ടെന്നോ കേട്ട് മറന്ന പോലെ തോന്നി. ദീപു ഒന്നും മനസ്സിലാവാതെ ചേച്ചി. ദീപു അവളെ നോക്കി വിളിച്ചതും ദേവു അവളെ നോക്കി. അപ്പോഴാണ് ആ അമ്മ ദീപുവിനെ ശ്രദ്ധിക്കുന്നത്. അവർ ദീപുവിൻ്റെ മുഖത്തൊന്ന് തലോടി. ദീപു എൻ്റെ ശിവേട്ടൻ്റെ കുഞ്ഞാ. ആ അമ്മ അത് കേട്ടതും അവൾ ഞെട്ടിധരിച്ചു. അതും പറഞ്ഞ് അവൾ അവരെ കെട്ടിപ്പിടിച്ചു. ദീപു ആണെങ്കിലോ ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിന്നു. ദേവുവും എന്താണ് എന്ന പോലെ പരസ്പരം നോക്കി. ശേഷം ആ അമ്മ നിഹാരികയെയും അഭിരാമിയെയും നോക്കി. മോളെ പേരെന്താ? അഭിരാമി. അഭിമോള്, നന്ദേട്ടൻ്റെ മോള് അഭിരാമി നന്ദൻ. ആ അമ്മ. അഭിരാമി അത് കേട്ട് ഞെട്ടി അവരെ നോക്കി. അപ്പോഴേക്കും ആ അമ്മ മോളെ പേരെന്താ? നിഹയുടെ ചോദിച്ചതും നിഹാരിക. നിഹമോൾ എൻ്റെ നന്ദുവിൻ്റെ കുഞ്ഞാൻ, നിഹാരിക അഭിനാഷ്. അവർ 4 പേരും ഒന്നും മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നതെല്ലാം എന്തൊക്കെയാ? അമ്മ എന്തൊക്കെ പറയുന്നു? ഒന്നും മനസ്സിലാവുന്നില്ല. ശരിയാ, ഞങ്ങളുടെ സ്വന്തം
അച്ഛനെയും അമ്മയെയും ഞങ്ങൾക്ക് പോലും അറിയില്ല. അഭിരാമി, അത് തെളിച്ച് പറയുമോ? നിഹാരിക, അറിയാം മക്കളെ, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന്. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിതമേ അല്ലായിരുന്നു ശരിക്കുമുള്ള നിങ്ങളുടെ യഥാർത്ഥ ജീവിതം. വലിയ ഒരു കൂട്ടുകെട്ട് കുടുംബത്തിലെ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നിങ്ങൾക്ക്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്നറിയാം. ദേവു എൻ്റെ മോളാണ് അവൾ, എൻ്റെയും ദേവേട്ടൻ്റെയും മോള്. ഇവൻ എൻ്റെ മകനുമാണ് ആദിദേവ്, എൻ്റെ 2 മക്കൾ. അത് കേട്ടതും അവരെല്ലാം അത്ഭുതത്തോടെ നിന്നു. അപ്പൊ ദേവു എൻ്റെ ചേച്ചിയല്ലേ? അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു. ദേവുവിൻ്റെ കണ്ണുകളും എല്ലാം നിറഞ്ഞിരുന്നു. ദീപു, നീ എന്തിനാ കരയുന്നേ? എന്തിനാ ഈ പറയുന്നത്? നീ കരയാതെ. ദേവു, നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. ദേവു നിന്റെ ചേച്ചി തന്നെയാണ്, പക്ഷേ 2 അമ്മയാണ് എന്ന് മാത്രം. ദീപു സങ്കടത്തോടെ അവരെ നോക്കി. ദേവു അവരെ നോക്കി നിന്നു. എൻ്റെ അമ്മ? അറിയാതെ ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചുണ്ടുകൾ പതിയെ ഒന്ന് മന്ത്രിച്ചു. അത് കേട്ടതും ആ അമ്മ ദേവുവിൻ്റെ അരികിൽ പോയതും ദേവു പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ട് അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ പതിയെ അവളെ ഒന്ന് തലോടിയ ശേഷം എല്ലാവരെയും നോക്കി. നിങ്ങൾ എന്താ മക്കളെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നിങ്ങളുടെയും എല്ലാം അമ്മ തന്നെയാണ്. നിങ്ങളെ ഇവർ പിടിച്ചുകൊണ്ടുവന്നത് ഒന്നും ഞാൻ അറിഞ്ഞില്ല മക്കളെ. അതുമല്ല, ഇവർക്ക് നിങ്ങളെല്ലാം ആരെന്ന് ശരിക്കും അറിയുകയുമില്ലായിരുന്നു. അവരെല്ലാം എന്താണെന്ന് പോലെ അവരെ നോക്കി. നിങ്ങളുടെ എല്ലാ സംശയവും ഞാൻ തീർത്തു തരാം. എന്തായിരുന്നു നിങ്ങൾ എന്നും ആരായിരുന്നു നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാക്കിയത് എന്നും എല്ലാം ഞാൻ പറയാം. ഞാൻ ചാരുലത, പാലക്കേട് തറവാട്. അവിടെ കേശവൻ നായരും മീനാക്ഷി അമ്മയ്ക്കും 2 മക്കൾ. അവർ ഇരട്ടകളായിരുന്നു. പരമേശ്വരൻ അതേമാതിരിക്ക് രമേശൻ എന്നിങ്ങനെയായ 2 മക്കൾ. വലിയ സമ്പന്നരും അറിയപ്പെട്ട വലിയ തറവാടുമായിരുന്നു അവരുടേത്. അങ്ങനെ വലുതായപ്പോൾ 2 വീട് വെച്ചു. അവിടെ തെക്ക് തറവാട് എന്നും വടക്കൻ തറവാട് എന്നും അറിയപ്പെട്ടു. 2 തറവാടും ഒരേ മതിലിനുള്ളിൽ തന്നെയായിരുന്നു. സ്നേഹത്തോടെ കഴിയുന്ന ഒരു കൂട്ടുകുടുംബം തന്നെ. വടക്കൻ തറവാട്ടിലായിരുന്നു കാരണവരായ പരമേശ്വരൻ നായരും ഭാര്യ ശാരദയും. അവർക്ക് മക്കൾ 3 ആയിരുന്നു. രുദ്രദേവ്, അരുൺദേവ് എന്ന 2 ഇരട്ടക്കുട്ടികളും ചാരുലത എന്ന ഒരു മകളുമായിരുന്നു അവർക്കുള്ളത്. തെക്ക് തറവാട്ടിലെ കാരണവരായിരുന്നു രമേശ്വരൻ നായരും ഭാര്യ ലളിതയും. അവർക്കും 3 മക്കളായിരുന്നു. നന്ദന എന്ന ഇരട്ടക്കുട്ടികളും അവരുടെ അനിയൻ ദേവീനും. ഇതായിരുന്നു ഞങ്ങളുടെ കുടുംബം. 2 വീടാണ് എന്നേ ഉള്ളൂ. ഒരേ വീടാൽ ഒരുമിച്ച് ജീവിച്ചിരുന്നവർ. 2 തറവാടിലും ഒരേ പണിക്കാരായിരുന്നു. തറവാട്ടുകളിലെ പണിക്കാരായിരുന്നു സുപ്രിയ, അതേമാതിരി ഭർത്താവ് വിനയൻ. ഈ പേര് കേട്ടതും ദീപവും പരസ്പരം നോക്കി. അടുത്തയാളാണ് ലളിതയും ഭർത്താവ് രാജേഷും. അത് കേട്ടതും എൻ്റെ 2 അമ്മയും അച്ഛനും അല്ലേ ഇത്? നിഹാരിക ആത്മ. അടുത്തയാളാണ് നിമിഷ, ഭർത്താവ് മഹേഷും. എൻ്റെ അച്ഛനും അമ്മയും. അഭിരാമി ആത്മ. ഇവർ 3 പേരുമായിരുന്നു അവിടെയുള്ളത്. ആ കുടുംബത്തിൻ്റെ സന്തോഷം ആരംഭിക്കുന്നത് ഞങ്ങളുടെ കല്യാണത്തെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. നിങ്ങൾ കുട്ടികളുടെ വരവോടെയായിരുന്നു എന്ന് പറയാം. വടക്ക് തറവാട്ടിൽ, അതായത് 1ാമത്തെ മകനായ രുദ്രദേവിന് ഭാര്യ മഞ്ജു, അവരുടെ ഏക മകളായിരുന്നു ദീപിക രുദ്രദേവ് എന്ന ഈ ദീപു. 2ാമത്തെ മകനായ അരുൺദേവ്, ഭാര്യ രാധ, അവരുടെ മകനായിരുന്നു ഈ അഭിറാം എന്ന അഭി. 3ാമത്തെയാളാണ് ചാരുലത, ഭർത്താവ് നേമനന്ദൻ, അവരുടെ മക്കളായിരുന്നു ആദിദേവ് എന്ന ആദിയും ദേവിക എന്ന ദേവുവും. തെക്ക് തറവാട്ടിലെ നന്ദൻ, ഭാര്യ ശ്രീദേവി, അവരുടെ മകളായിരുന്നു അഭിരാമി എന്ന അഭി. 2ാമത്തെയാളായ നന്ദന, ഭർത്താവ് അഭിനാഷ്, അവരുടെ മകളായിരുന്നു നിഹാരിക എന്ന ഈ നേഹമോള്. നവി, ഭാര്യ പൂർണവി, അവരുടെ മക്കളായിരുന്നു അഭിജിത്തും ആദിജിത്തും.
ഇതായിരുന്നു ഞങ്ങളുടെ ആ സന്തോഷകരമായ ഫാമിലി. അഭിജിത്തും ആദിജിത്തോ? അത് കേട്ടതും ഇവർ രണ്ടുപേരും പരസ്പരം ഒപ്പം പറഞ്ഞു. കഥ തുടരും. ശ്രദ്ധിച്ചു കേൾക്കണേ. കഥ ഒരുപാട് പേരുകൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ.